വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ രാഘവൻ നായർ അങ്ങനെ വിഷ്ണുവിനോട് പറയുന്നുണ്ട്, സങ്കടമൊക്കെ ഉണ്ട്, പക്ഷേ കരയാനായിട്ട് അങ്ങോട്ട് സമ്മതിക്കുന്നില്ല. ഇതൊക്കെ നമ്മൾ കുറേ ദിവസമായിട്ട് പ്രതീക്ഷിക്കുന്നതല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു ആണെങ്കിൽ രാഘവൻ നായർ ചേർത്ത് പിടിച്ചങ്ങ് കരയുകയാണ്. അച്ഛൻ പറയുന്ന ഒരു വാക്കും എൻ്റെ നെഞ്ചിലാണ് തറയ്ക്കുന്നത്, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയെന്നും പറഞ്ഞ് വിഷ്ണുവും കരയുകയാണ്. ഇതേസമയം അവിടെ സത്യഭാമയുടെ വിളക്കിൻ്റെ താഴത്തെ ആ തട്ടമാണെങ്കിൽ കിട്ടുന്നുണ്ട്, പൊന്നിക്ക് കിട്ടുന്നുണ്ട്. അന്നേരം ഇപ്പോഴാണ് സമാധാനമായതെന്നിങ്ങനെ ഭാമ പറയുകയാണ്. അതൊക്കെ വിളക്കൊക്കെ നേരെ എടുത്ത് പൊന്നി വെക്കുന്നുണ്ട്. അതിനുശേഷം ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരുന്ന ചന്ദ്രബോസ് ആണെങ്കിൽ പിന്നെ രാഘവൻ നായരുടെ അടുത്തേക്ക് ചെന്ന് പറയുകയാണ്, അതെ ഇതിനി വീട് പൂട്ടി സീല് വെക്കാൻ പോകുന്ന ചടങ്ങാണ്. ഈ വധശിക്ഷയൊക്കെ നടപ്പാക്കുന്നതിന് മുമ്പേ ജഡ്ജി ഒരു ചോദ്യം ചോദിക്കില്ലേ, അവസാനമായിട്ട് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ എന്ന്. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ, ഇനി ജനിച്ചു വളർന്ന വീടല്ലേ, ഇനി അകത്തൊക്കെ കയറി കാണണോ, ഈ തൂണിലും തുരുമ്പിലും ഒക്കെ പിടിച്ച് കരയണോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ 5 മിനിറ്റ് സമയം തരാം എന്നിങ്ങനെ പറയുമ്പോൾ പിന്നെ വിഷ്ണു പറയുകയാണ്, നിങ്ങൾക്ക് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു, ഒരു കുടുംബമാണ് വഴിയാധാരമായിരിക്കുന്നത് എന്ന് പറയുകയാണ്. അന്നേരം പറയുന്നുണ്ട്, ഈ ഒരു അവസരം ഞാൻ നോക്കി കണ്ടത് തന്നെയാണ്, ഇനി സീല് വയ്ക്കുന്ന ഒരു ക്ലൈമാക്സ് കൂടിയേ ഉള്ളൂ, ഇത് ഞാൻ എൻ്റെ സുസ്മിതയ്ക്ക് കൊടുത്ത വാക്കാണ്, നിങ്ങളെയൊക്കെ പെരുവഴിയിൽ ഇറക്കാമെന്ന് എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട്, ഈ ഒരൊറ്റ ദിവസം കൊണ്ടൊന്നും ലോകം അവസാനിക്കില്ലല്ലോ, പന്തിപ്പോൾ നിങ്ങളുടെ കോർട്ടിലായിരിക്കാം, നിങ്ങൾ ഗോൾ അടിക്കുകയും ചെയ്യും, പക്ഷേ ഇതിനൊക്കെ അവസരം നോക്കി എല്ലാം കണക്ക് പറഞ്ഞ് ഈ വിഷ്ണു തിരിച്ചടിപ്പിക്കും എന്നിങ്ങനെ പറയുമ്പോൾ ചന്ദ്രബോസ് അങ്ങ് ചിരിച്ച് തള്ളുകയാണ്. നീ പെട്ടിടാൻ മോനെ, നിനക്ക് ഇതിന് സമയമൊന്നും കാണില്ല. നിന്റെ അമ്മ പറഞ്ഞതുപോലെ കാള കളിച്ച് നടക്കുമ്പോൾ വലിയൊരു കുടുംബത്തിൻ്റെ ഭാരം നിന്റെ ചുമലിലേക്ക് വീഴുമെന്ന് നീ ഓർത്തില്ല. ഇനി നിനക്ക് എവിടെ നിന്നാണ് സമയം? വീട് കണ്ടുപിടിക്കണം, അച്ഛനും അമ്മയും നോക്കണം, അവർക്കുള്ള ചെലവിന് കാശ് കണ്ടെത്തണം, പിന്നെ നിന്റെ കുത്തുകൊണ്ട് കിടക്കുന്ന ഭാര്യയെ അന്വേഷിക്കണം. നീ 10 രൂപയ്ക്ക് നാട്ടിൽ തെണ്ടുന്ന ആ ഒരു ചടങ്ങ് കൂടി കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം സഫലമായി എന്ന് പറയുമ്പോൾ പിന്നെ വിഷ്ണു പറയുകയാണ്, നിന്റെ ജീവിതം സഫലമായെന്ന് നീ പറയുമായിരിക്കാം, പക്ഷേ എനിക്ക് ലജ്ജ തോന്നുകയാണ്, നിന്നെ ജനിപ്പിച്ച ഈ ഒരു ജന്മം ജനിപ്പിച്ച നിന്റെ അച്ഛനെയും അമ്മയെ എൻ്റെ മുന്നിൽ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്, ഇതുകൊണ്ടൊന്നും ലോകം അവസാനിക്കില്ല എന്നൊക്കെ വിഷ്ണു പറയുമ്പോൾ അത് ചന്ദ്രബോസ് ആകെ ചിരിച്ച് അങ്ങ് പിന്നെ വിജയാഘോഷത്തിൽ തന്നെ നിൽക്കുകയാണ്. പക്ഷേ സത്യഭാമ അവിടെയാണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഭാമ വിളക്കെടുക്കുന്നു, തട്ടമെടുക്കുന്നു, ആകെ ഒരു ബഹളം തന്നെയാണ്. പക്ഷേ ഒന്നിനും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ രാഘവൻ നായർ ഇരുന്ന് സങ്കടപ്പെടുന്നുണ്ട്. പൊന്നിയും പിള്ളയും ഒക്കെ അതേ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. തുടർന്ന് ആ ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ ആ ഒരു നോട്ടീസ് വായിക്കുന്നുണ്ട്. രാഘവൻ നായരുടെ പേരിലുള്ള ഈ വീടും സ്ഥലവും റവന്യൂ വകുപ്പിൻ്റെ സംരക്ഷണയിൽ സർക്കാരിലേക്ക് ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നത് വരെ സർക്കാരിലേക്ക് കണ്ടുകെട്ടുകയാണ്. ഇവിടെ അനധികൃതമായി ഇതിനകത്ത് കയറുന്നതോ വൃക്ഷങ്ങൾ മറ്റു വസ്തുക്കളൊക്കെ നാശനഷ്ടങ്ങൾ പിന്നെ കേടുവരുത്തുകയൊക്കെ ചെയ്താൽ മേൽ നടപടികൾ ഉണ്ടാകും എന്നുകൂടി അറിയിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും കൂടി അകത്തേക്ക് കയറുന്നുണ്ട്. ആ ഒരു നോട്ടീസ് അവിടെ ആ ഭിത്തിയിൽ അങ്ങോട്ട് ഒട്ടിക്കുകയാണ്. അതിനുശേഷം അവർ വെളിയിൽ നിന്നും അത് ലോക്ക് ചെയ്ത് ആ പൂട്ടും സീൽ ചെയ്ത് അതിൽ ജപ്തി നടപടികൾ അവരങ്ങ് തീർക്കുകയാണ്. അന്നേരം ചന്ദ്രബോസ് ആണെങ്കിൽ ആകെ സന്തോഷത്തിൽ വിഷ്ണുവിനെയും ചന്ദ്രബോസിനെയൊക്കെ നോക്കി അങ്ങ് അട്ടഹസിച്ച് അകത്തേക്ക് കയറിപ്പോയി ഇവർ ഈ ചെയ്യുന്നതെല്ലാം വീഡിയോയിൽ പകർത്തുന്നുണ്ട്. അന്നേരം ഭാമ ഇങ്ങനെ ആ ഒരു സീനാണെങ്കിൽ പക്ഷേ ഭാമ ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുകയാണ്, തൻ്റെ ആ വീട് ഇങ്ങനെ സീൽ വെക്കുന്നത്. അതിനുശേഷം രാഘവൻ നായർ പറയുകയാണ്, അപ്പോൾ നമുക്ക് ഈ മണ്ണിൽ പോലും നിൽക്കാനുള്ള അവകാശമില്ലല്ലേ എന്നും പറഞ്ഞ് രാഘവൻ നായർ അങ്ങ് കരയുകയാണ്. വിഷ്ണു ഒന്നും മിണ്ടുന്നില്ല, വിഷ്ണു സങ്കടം സഹിച്ചങ്ങ് നിൽക്കുകയാണ്. അന്നേരം പിള്ള വന്ന് ചോദിക്കുന്നുണ്ട്, എന്തിനാ സാറേ എന്നെ കൂടി ഇങ്ങനെ കരയിപ്പിക്കുന്നത് ചോദിക്കുമ്പോൾ സഹിക്കാൻ പറ്റാഞ്ഞിട്ടാണോ, പിടിച്ചു നിൽക്കാൻ പറ്റാഞ്ഞിട്ടാണോ എന്നും പറഞ്ഞ് രാഘവൻ നായർ അങ്ങ് കരയുകയാണ്. തുടർന്നും രാഘവൻ നായർ അങ്ങ് സങ്കടപ്പെടുന്നു. അവസാന കാലം വരെ ഇവിടെ ഉണ്ടാകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, അതെല്ലാമാണ് ദേ ഇങ്ങനെ അവരടച്ചു പൂട്ടിയത് എന്നിങ്ങനെ പറയുന്നുണ്ട്. തുടർന്ന് വിഷ്ണു പറയുകയാണ്, ഇനി നമുക്കിവിടെ നിൽക്കേണ്ട, നമുക്ക് പോകാമെന്ന് പറയുകയാണ്. അന്നേരം സത്യഭാമയാണെങ്കിൽ അങ്ങോട്ടത്തേക്ക് വന്നിട്ട് പറയുകയാണ്, എവിടേക്ക് പോകാമെന്ന്, പിന്നെ നിൻ്റെ അച്ചി വീട്ടിലേക്കോ, എന്തായാലും ഞങ്ങളെന്തായാലും അവിടെ, നീ വേണമെങ്കിൽ അവിടെ പോയി പുറത്തോ, പക്ഷേ രാഘവൻ നായർക്കും സത്യഭാമയ്ക്കും പിന്നെ വീടേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ, അഭിമാനം നഷ്ടപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും അങ്ങോട്ട് വരുന്നില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് വാ രാഘവേട്ടാന്ന് ഇങ്ങനെ വിളിക്കുകയാണ്. എന്നിട്ട് പിള്ളയോട് പറയുന്നുണ്ട്, ഈ സാധനങ്ങളൊന്നും ഞങ്ങൾ എടുക്കുന്നില്ല, രണ്ടുപേരോട് പിള്ളയോടും പൊന്നിയോടും പറയുകയാണ്, നിങ്ങൾ കൊണ്ടുപോയിക്കുമെന്ന്. അന്നേരം സത്യാമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നും പറഞ്ഞ് പിള്ള ഒന്നങ്ങ് കരയുകയാണ്. ഈ ഭഗവാന്മാരെ മാത്രമേ ഞങ്ങൾ എടുക്കുന്നുള്ളൂ എന്നും പറഞ്ഞ് 2-3 കുറേ കൃഷ്ണൻ്റെയും മന്ദപത്മനാഭൻ്റെയും കുറേ ഫോട്ടോയും വിഗ്രഹങ്ങളും ആ ഒരു വിളക്കും എന്നിങ്ങനെ പറയുകയാണ്. അതും കൂടി ഇല്ലാതായാലും ഈ ഭാമ തകർന്നു പോകുമെന്ന് പറയുകയാണ്. എന്നിട്ട് അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നിങ്ങനെ
വിഷ്ണു ചോദിക്കുന്നുണ്ട്. അന്നേരം എങ്ങോട്ടായാലും നീ അറിയണ്ട, എനിക്കത് അറിയാനുള്ള അവകാശമില്ലേ എന്ന് വിഷ്ണു ചോദിക്കുകയാണ്. അന്നേരം ഇല്ല, പിന്നെ നീ ആണെങ്കിൽ ആദ്യം നിൻ്റെ കടമ നിർവഹിക്കുക, അച്ഛനെയും അമ്മയെയും മര്യാദയ്ക്ക് പോറ്റാനുള്ള അത് ആർജിച്ചിട്ട് വാ, എന്നിട്ട് നോക്കാമെന്ന് പറയുകയാണ്. അന്നേരവും വിഷ്ണു ഇങ്ങനെ കയ്യിൽ കയറി പിടിക്കുന്നുണ്ട്. അന്നേരം ഇല്ല, നീ എവിടെയാണെന്ന് വെച്ചാൽ പൊയ്ക്കോ, നിനക്കതിനുള്ള അർഹതയില്ല, യോഗ്യതയില്ല എന്നൊക്കെ അങ്ങ് ഭാമ പറയുമ്പോൾ വിഷ്ണുവിന് ആകെപ്പാടെ അങ്ങ് സങ്കടം വരികയാണ്. എന്നിട്ട് അന്നേരം രാഘവേട്ടാന്നും പറഞ്ഞ് ഭാമ ഇങ്ങോട്ട് പിടിച്ചെഴുന്നേൽപ്പിക്കുമ്പോൾ ആകെ പിടിവിട്ട് നിൽക്കുന്ന രാഘവൻ നായർ വിഷ്ണുവിനെ കെട്ടിപ്പിടിച്ച് അങ്ങ് കരയുകയാണ്. വിഷ്ണുവും കരയുന്നുണ്ട്. അന്നേരം അത് കാണുമ്പോൾ ഭാമയ്ക്ക് സങ്കടം വരുന്നുണ്ട്. പക്ഷേ ഭാമ അവിടെ തലകുനിക്കാനായിട്ട് തയ്യാറാകുന്നില്ല. സങ്കടം ഉണ്ടെന്ന് വെളിയിൽ കാണിക്കുന്നുമില്ല. ഞങ്ങൾക്കുള്ള ഇടം ഞങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട് എന്നിങ്ങനെ, ഞാൻ കണ്ടുവച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ അവിടെ ഒരു ഓട്ടോ ഒന്ന് നിൽക്കുന്നുണ്ട്. ഞങ്ങൾക്ക് പോകാനുള്ള വണ്ടിയാണ് വന്ന് നിൽക്കുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം പിള്ളേരോട് പറയുകയാണ്, രാഘവേട്ടനെയും കൂട്ടി വാ എന്ന് പറഞ്ഞിട്ട് വാ പൊന്നി എന്ന് വിളിക്കുകയാണ്. തുടർന്ന് പൊന്നി ആ സാധനങ്ങളൊക്കെ ഓട്ടോയിലേക്ക് കൊണ്ടുവയ്ക്കുന്നുണ്ട്. എന്നിട്ടും ഭാമ അവിടെ ചെന്ന് നിന്നിട്ട് തിരിഞ്ഞു നോക്കുകയാണ്. പക്ഷെ അന്നേരവും ഈ രാഘവൻ നായർ വിഷ്ണുവിനെ കെട്ടിപ്പിടിച്ചങ്ങ് കരയുകയാണ്. തുടർന്ന് അപ്പോൾ പിന്നെ എന്നിങ്ങനെ പിള്ള പറയുമ്പോൾ എന്താടോ പിള്ളയെന്ന് പറഞ്ഞിട്ട് രാഘവൻ നായരാണെങ്കിൽ അങ്ങ് കണ്ണീരൊക്കെ തുടച്ച് വടിയൊക്കെ അങ്ങോട്ട് നേരെ കുത്തി കണ്ണാടിയൊക്കെ വയ്ക്കുന്നുണ്ട്. എടോ, താനിനി ഈ ചെടിയൊന്നും നനച്ചില്ല എന്നും പറഞ്ഞ് തന്നെ ഞാൻ വഴക്ക് പറയില്ല. വീട്ടിൽ നിന്ന് ഓടി വന്ന് തനിക്കിനി പണിയൊന്നും ചെയ്യണ്ട, സന്തോഷമായില്ലേടോ, നമ്മളൊക്കെ സ്വതന്ത്രരായടോ, ഇനി ഇവിടെ വീടും പറമ്പും ഒന്നും നോക്കി നടക്കണ്ട എന്നൊക്കെ പറഞ്ഞ് രാഘവൻ നായരങ്ങ് സങ്കടം കൊണ്ടങ്ങ് പറയുകയാണ്. എന്നിട്ട് ചിരിക്കാനുള്ള ശ്രമമൊക്കെയാണ്. എന്നിട്ട് രാഘവൻ നായർ വരാനായിട്ട് ഉദ്ദേശമില്ല. അന്നേരം ഭാമ അവിടെ നിന്ന് രാഘവേട്ടാന്ന് വിളിച്ചിട്ട് വീണ്ടും വന്ന് വിളിക്കുകയാണ്. ഓട്ടോവരവിടെ നിന്നിട്ട് വീണ്ടും രാഘവൻ നായരെ അടുത്തേക്ക് വിളിക്കുന്നുണ്ട്. അന്നേരം വാ പോകാമെന്ന് പറയുമ്പോൾ വീണ്ടും വിഷ്ണു ചോദിക്കുന്നുണ്ട്, അമ്മ എങ്ങോട്ടായി പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ വിളിക്കരുത് തന്നെ, ഇനി നീ പിറകെ വരികയും ചെയ്തരുത്, വരികയാണെങ്കിൽ ഈ അച്ഛനെയും അമ്മയും നീ ഇനി കാണില്ല എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു അവിടെ തന്നെ നിൽക്കുകയാണ്. അന്നേരവും വിഷ്ണുവിന് ആകെപ്പാടെ സങ്കടം വരുന്നുണ്ട്. തുടർന്ന് സത്യഭാമയും പിള്ളയും കൂടി രാഘവൻ നായരെ വിളിച്ച് ഓട്ടോയിലേക്ക് കൊണ്ടുപോവുകയാണ്. അന്നേരവും രാഘവൻ നായർ തിരിഞ്ഞിങ്ങനെ ആ വീട് മൊത്തം ഇങ്ങനെ നോക്കി അങ്ങ് കരയുകയാണ്. അതിനുശേഷം രാഘവൻ നായരെ ഓട്ടോയിലേക്ക് കയറി ഇരുത്തുന്നുണ്ട്. അന്നേരവും സങ്കടപ്പെട്ട് തന്നെയാണ് രാഘവൻ നായർ ആകെ പിടിവിട്ട അവസ്ഥയിൽ നിൽക്കുകയാണ്. ആ ഒരു സങ്കടത്തിൽ താൻ അധ്വാനിച്ചുണ്ടാക്കിയ ആ ഒരു വീട് വിട്ട് ഇങ്ങനെ ഇറങ്ങേണ്ടി വന്നതിൽ. അതിനുശേഷം ഭാമയാണെങ്കിൽ ചന്ദ്രബോസിനെ നോക്കുന്നുണ്ട്. തൽക്കാലം ജയിച്ചു എന്ന് അവളോട് പറഞ്ഞു തരാം എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ഉവ്വ എന്നിങ്ങനെ ചന്ദ്രബോസ് ആക്കുന്നുണ്ട്. ഓട്ടോയിലേക്ക് കയറുന്നതിന് മുമ്പേ രാഘവൻ നായരും ചന്ദ്രബോസിനെ നോക്കുമ്പോൾ പൊയ്ക്കോ എന്നിങ്ങനെ ആക്കുകയാണ്. ആകെ വിജയിച്ച സന്തോഷത്തിൽ അന്നേരവും ചന്ദ്രബോസ് അവിടെയൊക്കെ നടന്ന് വീഡിയോ എടുക്കുകയാണ്, ഈ രംഗങ്ങളൊക്കെ മുഴുവൻ സുസ്മിതയെ കാണിക്കാനായിട്ട്. അതിനുശേഷം സത്യഭാമയും ഓട്ടോയിലേക്ക് കയറുന്നതിന് മുമ്പേ ഭാമയും നോക്കുന്നുണ്ട്. ആ വീട് മുഴുവൻ ഒന്നല്ലാതെ നോക്കുമ്പോൾ ഭാമയ്ക്ക് അങ്ങ് സങ്കടം വരുന്നുണ്ട്. പക്ഷെ അന്നേരവും ആ ഒരു അഹങ്കാരത്തിൻ്റെ ഇതിൽ തന്നെ ഭാമ അങ്ങ് ഓട്ടോയിലേക്ക് കയറുന്നുണ്ട്. തുടർന്ന് രാഘവൻ നായരും സത്യഭാമയും കൂടി ആ ഓട്ടോയിൽ കുറച്ച് ഭഗവാന്റെ വിഗ്രഹവും സത്യഭാമ എടുത്ത ആ ബിഗ് ഷോപ്പറും മാത്രം, അതൊന്നും ചന്ദ്രബോസ് നോക്കുന്നില്ല. അതിൽ ഓട്ടോയിൽ കയറി അവർ പോവുകയാണ്. തുടർന്നും ചന്ദ്രബോസ് ആണെങ്കിൽ വീണ്ടും വീഡിയോ എടുക്കുന്നുണ്ട്. വിഷ്ണുവിൻ്റെ നേരെ വന്ന് ആ വീഡിയോ ഇങ്ങനെ എടുക്കുകയാണ്. അന്നേരം ഇതെല്ലാം നീ എടുക്കുന്നത് അവളെ കാണിക്കാൻ വേണ്ടി ആയിട്ടല്ലേ സുസ്മിത എന്ന് ചോദിക്കുമ്പോൾ അതേ എന്നിങ്ങനെ ചന്ദ്രബോസ് തലവലിക്കിയിട്ട് വീണ്ടും ഒന്ന് ചിരിക്കുകയാണ്. എന്നിട്ട് പിന്നെ വിഷ്ണു പറയുന്നുണ്ട്, ഇതിനൊരു രണ്ടാം ഭാഗം ഉണ്ടെന്ന് നീ അവളോട് പറഞ്ഞുതരാം, സുസ്മിതയോട്. പക്ഷേ അതിൽ അഭിനയിക്കുന്നത് നീയും അവളും ആയിരിക്കും. പക്ഷേ അത് അഭിനയിക്കുകയല്ല, ജീവിക്കുകയായിരുന്നു എന്നുള്ളത് നീയൊക്കെ അങ്ങ് ചത്തു മലച്ച് പരലോകത്ത് എത്തിയിട്ടായിരിക്കും അറിയുക. വെള്ള പുതപ്പിച്ച് കിടത്തും ഞാൻ, രണ്ടിനെയും വിടില്ല എന്നിങ്ങനെ വിഷ്ണു അങ്ങ് ദേഷ്യത്തോടെ പറയുമ്പോൾ ചന്ദ്രബോസിന് ദേഷ്യം വരികയാണ്. ചന്ദ്രബോസ് പറയുകയാണ്, അടങ്ങി നിൽക്കടാ, ദുഃഖക്കടലിലാണ്, സങ്കടത്തിലാണ്, അതിൻ്റെ ഒരു ചൊറിച്ചിലാണെന്ന് പറഞ്ഞിട്ടാണ് കുറേ നേരമായി നീ അങ്ങോട്ട് ചൊറിയുന്നുണ്ടല്ലോ, അടങ്ങി നിൽക്കടാന്നും പറഞ്ഞ് വിഷ്ണുവിൻ്റെ കോളറിലെങ്ങാണ്ട് പിടിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഈ ഒരു യൂണിഫോമിൽ തൊട്ടാലുണ്ടല്ലോ നീ വിവരം അറിയും എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണുവിനങ്ങ് ദേഷ്യം എരച്ച് കയറുന്നുണ്ട്. വിഷ്ണു ആണെങ്കിൽ മാറി നിൽക്കണമെന്ന് പറഞ്ഞ് ചന്ദ്രബോസിനെ ഒരൊറ്റ തള്ളങ്ങോട്ട് തള്ളുകയാണ്. അന്നേരം ഈ പോലീസുകാരായ SI സോമശേഖരൻ എല്ലാവരും കൂടി വരുന്നുണ്ട്. അന്നേരം വേണ്ട എന്നിങ്ങനെ ചന്ദ്രബോസ് ആക്കുന്നുണ്ട്. അതിനുശേഷം ചന്ദ്രബോസ് വീണ്ടും അങ്ങ് എഴുന്നേറ്റ് വിഷ്ണുവിനോട് അങ്ങ് വഴക്കിന് തന്നെ വരികയാണ്. തുടർന്ന് വിഷ്ണു ആണെങ്കിൽ ആ മുണ്ടൊക്കെ എങ്ങോട്ട് മടക്കി കുത്തുകയാണ്. എന്നിട്ട് പറയുകയാണ്, എടാ ബോസെ, പിടിവിട്ട് നിൽക്കുകയാണ് ഞാനാണെങ്കിൽ അടക്കി നിർത്തിയതെല്ലാം നീ എന്നെ കൊണ്ട് തിരിച്ചെടുപ്പിക്കുക തന്നെ ചെയ്യല്. പെരുവിരൽ പിന്നെ തറയിൽ താഴ്ത്തി തന്നെയാണ് നിൽക്കുന്നത്. പക്ഷെ നീ എന്നെ കൊണ്ട് അതൊന്നും പുറമെ എടുപ്പിക്കരുത് എന്നിങ്ങനെ പറയുമ്പോൾ ചന്ദ്രബോസ് ഇങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, തൽക്കാലം നീ വിജയം പോയി ആഘോഷിക്ക്. പക്ഷേ അതിനുശേഷം ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീർന്നിട്ട് നമുക്കൊന്നുകൂടി കാണണ്ടേ ബോസെ, അവിടെയാണ് നമ്മൾ തമ്മിലുള്ള രണ്ടാം
ആരംഭിക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞിട്ട് തൽക്കാലം നീ പോയി ആഘോഷിക്കുക എന്നിങ്ങനെ വിഷ്ണു ആകെ ദേഷ്യത്തോടെ പറഞ്ഞിട്ട് വിഷ്ണു അങ്ങ് പോവാനായിട്ട് അങ്ങ് ബൈക്കിലേക്ക് കയറുമ്പോൾ വിഷ്ണു ഇങ്ങനെ പിള്ളയും കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. നമുക്ക് തിരിച്ചു പിടിക്കാം എന്നിങ്ങനെ പറയുന്നുണ്ട് പിള്ളയോട്. എന്നിട്ട് വിഷ്ണു ഇങ്ങനെ വീട് മൊത്തം ഇങ്ങനെ നോക്കുകയാണ്. അന്നേരം ആ മുകളിലത്തെ ബാൽക്കണിയിൽ ഫാമ ഇരിക്കുന്നതായിട്ട് വിഷ്ണുവിന് തോന്നുകയാണ്. ഒന്നല്ലാതെ നോക്കുമ്പോൾ വീണ്ടും വിഷ്ണു നോക്കുമ്പോൾ തോന്നലാണെന്ന് മനസ്സിലാവുന്നുണ്ട്. എന്നിട്ട് വീടൊക്കെ ഒന്നുകൂടി നോക്കിയിട്ട് ആ പോലീസുകാർ എല്ലാവരെയും നോക്കിയിട്ട് വിഷ്ണു ആണെങ്കിൽ വണ്ടി എടുത്തങ്ങ് പോകുന്നുണ്ട്. അതിനുശേഷം ചന്ദ്രബോസ് അവിടെ ഒരു കസേരയിലോട്ട് ഇരിക്കുമ്പോൾ ആ ഒരു റവന്യൂ ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട്, അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് അവിടെ പിള്ളയും മുന്നേക്ക് അവിടെ കരഞ്ഞുകൊണ്ട് തന്നെ നിൽക്കുന്നുണ്ട്. അതിനുശേഷം ഈ സത്യഭാമയും രാഘവൻ നായരും കൂടി ഓട്ടോയിൽ പോകുന്ന ആ ഒരു സീന്, രാഘവൻ നായർ ആ ഓട്ടോയിലിരുന്ന് അങ്ങ് സങ്കടപ്പെട്ട് കരയുകയാണ്. ഭാമ കൃഷ്ണവിഗ്രഹവും ചേർത്ത് പിടിച്ചുകൊണ്ട് ആകെ കരഞ്ഞിരിക്കുന്നു. ഇത്രയുമാണ് ഈ എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡിലാണ് പിന്നെ പിള്ള വിളിച്ച് ശാലിനിയോട്, ഹോസ്പിറ്റലിൽ കിടക്കുന്ന ശാലിനിയോട് കാര്യങ്ങളൊക്കെ പറയുന്നതും ഈ വിഷ്ണു നേരെ പോകുന്നത് രോഹിത്തിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അവിടെയായിട്ടാണ് രോഹിത്തുമായിട്ടുള്ള സീനും എല്ലാ കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. പക്ഷേ ആ ഒരു സത്യഭാമയ്ക്ക് അവിടെ ആ വൃദ്ധസദനത്തിൽ താമസിക്കാനായിട്ട് കഴിയില്ല. പിന്നീട് ഇനി ഭാമ എങ്ങോട്ട് പോകുമെന്നതാണ് അറിയേണ്ടത്. ഇതൊക്കെ നോക്കാം. വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്